കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ kerala.pssc.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കേരള ഫാർമസി കൗൺസിൽ എന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അവിടെ നമുക്ക് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു പേജ് ഓപ്പൺ ആവും. അവിടെ നമ്മുടെ നെയിം, ഫാദേഴ്സ് നെയിം, ജെൻഡർ, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവിടെ കാണാം. അതെല്ലാം അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ഫിൽ ചെയ്യുക. ശേഷം നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ ആ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന അപ്രോപ്രിയേറ്റ് സൈസിലുള്ള ഫോട്ടോ നമുക്കവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മുടെ സിഗ്നേച്ചറും ആ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സൈസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ആണ്. അവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നെയിം എന്താണ്, ഏത് കോഴ്സായിരുന്നു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം എന്താണ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ശേഷം താഴെ സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ളിടത്ത് നമുക്ക് പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പ്രൊവിഷണൽ സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ഇയർ ഓഫ് പാസിങ്, കോഴ്സ് പീരീഡ് എന്ന് തൊട്ട് എന്ന് വരെയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ശേഷം നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ലോഡ് ചെയ്യുക. ശേഷം നമുക്ക് അവിടെ ഒരു പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒരു 3100 രൂപയുടെ പേയ്മെൻറ്റ് ഉണ്ട്. പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നമ്മൾ ക്യാപ്ച കോഡും ഫില്ല് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോഴേക്കും നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ആവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുമ്പോഴേക്കും നമ്മുടെ ഓൺലൈനായിട്ടുള്ള പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സാണ്. അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ 7th സെമ്മിൻ്റെയും 8th സെമ്മിൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി പ്രിൻസിപ്പലിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. അതിനുശേഷം നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ നമ്മുടെ ആധാർ അല്ലാത്ത ഒരു ID പ്രൂഫിൻ്റെ കോപ്പി. ഈ 3 സാധനങ്ങൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. ശേഷം നമ്മുടെ 7th സെമ്മിൻ്റെയും 8th സെമ്മിൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു കോപ്പി, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. ഈ 4 സർട്ടിഫിക്കറ്റ്സും നമ്മൾ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. ഇനി നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയ അടുത്തുനിന്ന് നമുക്കൊരു അഫിഡവിറ്റും അതുപോലെ തന്നെ ഒരു ഡിക്ലറേഷൻ ഫോമും കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആയിട്ടുള്ള കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും പിന്നെ നമുക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും, ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഫാർമസി കൗൺസിലിൻ്റെ അഡ്രസ്സിലേക്ക് കൊറിയർ വഴിയോ ഇല്ലെങ്കിൽ നേരിട്ടോ പോയി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്.